ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ശനിയാഴ്ചയാണ്, പുറത്തെ വർക്ക് ഏരിയയിലാണ് കേട്ടോ. കാരണം നമ്മുടെ അകത്ത് ഗ്യാസ് തീർന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ പുറത്താണ് വെച്ചേക്കുന്നത്. ഇതാൻ്റെ പാല് തിളച്ച് പോകാനായി ഓടി വന്നിട്ട് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഗ്യാസിൻ്റെ ആ ഒരു ഫ്ലെയിമൊക്കെ മാറി കഴിയുമ്പോൾ അളവൊക്കെ ഒന്ന് തെറ്റിപ്പോവല്ലോ. ഞാൻ എപ്പോഴും അകത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും ചായപ്പൊടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. എൻ്റെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. കുറച്ച് ദിവസമായി ചെടികളൊക്കെ ഞാൻ നോക്കിയിട്ട്, പ്രത്യേകിച്ച് ഈ ഒരു വർക്ക് ഏരിയയിലെ, കാരണം കൂടുതലും അകത്തൊക്കെ തന്നെ ആയിരുന്നു ജോലി ചെയ്തിരുന്നു വെച്ചത്. അതുമാത്രമല്ല, കല്യാണങ്ങൾ അടുപ്പിച്ചുണ്ടായപ്പോൾ നമ്മൾ കുക്കിംഗ് ചെയ്യൽ കുറവായിരുന്നല്ലോ. ഇപ്പോൾ വർക്ക് ഏരിയയിലോട്ട് ഇറങ്ങലും കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഏകദേശം ഡെഡ് ആവാനായിട്ടുണ്ടായിട്ടോ. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വാടിയ കുറച്ച് ചെടികൾ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി നന്നായിട്ട് വെള്ളം നനച്ചിട്ട് കൊണ്ടുവന്ന് തൂക്കിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെടി സെറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ചെറുതായിട്ട് ഒന്ന് രണ്ട് ഇലകളും കൂടി ഇങ്ങനെ വാടി കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചെടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടികളിലൊന്നാണ് കേട്ടോ ഈ ഒരു ചെടി. അപ്പോൾ ഇന്നിപ്പോൾ ആലിമിന് അംഗനവാടി ഉണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 9:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പിന്നെ വിട്ടില്ല അവനെ. കാരണം എഴുന്നേറ്റെങ്കിലും ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു, ഉറക്കം ശരിയാവാഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ലീവ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആഹിലും വീട്ടിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരു 10 മണി 10:30 ആയപ്പോഴത്തേനും ആഹിലിനെയും കൂട്ടിയിട്ട് ഞാൻ കടയിൽ പോയിട്ടോ. കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മളുടെ മുളക് പൊടിയൊക്കെ തീർന്നിരിക്കുവാണ്. അപ്പോൾ അതാ ഞാൻ 2 പാക്കറ്റ് മുളക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് വെയിലത്തിടണം. ഇന്നിപ്പോൾ നല്ല വെയിലും ഉണ്ട്. വെയിലത്തിട്ട് ഉണക്കി ആയിട്ട് വേണം നമുക്ക് പൊടിപ്പിക്കാനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ 2 പാക്കറ്റ് കൂടാണ്ട് ഒരു പാക്കറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 2 പാക്കറ്റ് പൊടിപ്പിക്കാനും 1 നമ്മൾ വീട്ടിൽ തന്നെ മുളക് ചതച്ചെടുക്കാനും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് കഴുകി വാരി ഒന്ന് എടുക്കണം. ഏകദേശം 2 പ്രാവശ്യം ഞാൻ കഴുകും കേട്ടോ. കാരണം നന്നായിട്ട് അതിൽ മണ്ണുണ്ടാവും കേട്ടോ. അടിയിൽ നമ്മൾ കഴുകി എടുക്കുമ്പോൾ അറിയാൻ പറ്റും, അടിയിൽ മണ്ണുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമുക്ക് വെയിലത്ത് കൊണ്ടുപോയേക്കാം കേട്ടോ. ഞാൻ ഈ മുളക് വാങ്ങിക്കുന്നത് സപ്ലൈക്കോന്നാണ് കേട്ടോ. മിക്കപ്പോഴും ചെല്ലുമ്പോൾ ഉണ്ടാവാറില്ല. ഇന്നിപ്പോൾ രാവിലെ വാപ്പിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു മുളക് വന്നിട്ടുണ്ടെന്ന്. അപ്പം തന്നെ ഓടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ മുളക് വാങ്ങിച്ചതാ. ഇതിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിയാനായിട്ടുണ്ട്. ആദ്യത്തെ കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് പുറത്ത് കൊണ്ടുപോയി വെയിലത്ത് വയ്ക്കണം. ഇനിയിപ്പോൾ അടുത്തതും കൂടി ഇതേപോലെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാ കഴുകി കഴിഞ്ഞപ്പോൾ ഇത്രയ്ക്കും അതിൻ്റെ വേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളകിലെ തരികൾ, ഉള്ളിലെ അരിമണികളുണ്ടല്ലോ, അതിങ്ങനെ ഇതിൽ സിങ്ങിൽ കിടക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ സിങ്ങിൽ നിന്ന് അങ്ങോട്ട് എടുത്താണ് കേട്ടോ. ഇതിനിപ്പോൾ നമ്മൾ ചെടിയുടെ ചോട്ടിൽ ഇട്ട് കൊടുത്തതിന് അവിടെ കിടന്ന് മുളച്ചോളാം കേട്ടോ. എൻ്റെ മിക്ക പച്ചമുളക് ഇങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. കാര്യമായിട്ട് കറിയൊന്നുമില്ല. ഹസ്ബൻഡ് പുറത്തു പോയി വന്നപ്പോൾ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ മീൻ കറിയൊന്നും വെക്കണ്ട, ഫുൾ മീൻ അങ്ങോട്ട് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഇത്തിരി ആർഭാടം അല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ കുഴപ്പമില്ല, വേറെ കറികളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് മീൻ വറക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒന്നിലും എന്താ പറയുക, ഇന്ന ഫുഡ് വേണം, കറക്റ്റായിട്ട് ഇന്ന ഫുഡേ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ ഫുഡ് ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്താ ഉള്ളത് അത് വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ചില സമയത്ത് നമ്മൾ പറയില്ലേ രാജാവിനെ പോലെ ദരിദ്രനെ പോലെ എന്നൊക്കെ, അതേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. സെയിം അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല്. എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവുന്നതാണ് കേട്ടോ ഹസ്ബൻഡ്. പിന്നെ ആകെയുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമിങ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും രാത്രിയാണെങ്കിലും മാക്സിമം നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇതിൽ രാവിലത്തെയും രാത്രിയും എൻ്റെ മിക്കപ്പോഴും ഒക്കെ ആവാറുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ചെറിയൊരു പ്രശ്നം വരാറുണ്ട്. കാരണം ഉച്ചയ്ക്കാണല്ലോ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും അതിൻ്റെ ഒരു ടെൻഷനിലൊക്കെ ആയിരിക്കും. അപ്പോൾ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആ ഒരു ടൈമിലായിരിക്കും നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ സമയം ഒരു ഇത്തിരി ഞങ്ങൾ നീങ്ങി പോകാറുണ്ട് കേട്ടോ. ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ കഴിക്കുന്നത് കുറച്ച് ലേറ്റ് ആവാറുണ്ട്. രാത്രിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട് കേട്ടോ. രാവിലെയും ഓക്കെയാണ്. പിന്നെ സാറ്റർഡേ സൺഡേ മാത്രമേ കുറച്ച് ലേറ്റ് ആവാറുള്ളൂ. അപ്പോൾ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ചെടികളൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തിരുന്ന് വെച്ചാൽ കുറേ ചെടികൾ കഴിഞ്ഞ ആഴ്ച മാറ്റേണ്ടതായിരുന്നു. ചെടികൾ കാണുമ്പോൾ തന്നെ അറിയും ഏകദേശം ഒന്ന് ഡെഡായി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളം നനച്ചിട്ട് മാറ്റി വയ്ക്കണം. കൂട്ടത്തിൽ പുറത്തിരിക്കുന്ന കുറച്ച് ചെടികൾ അകത്തേക്ക് വെക്കണം. അപ്പോൾ ആ കാര്യങ്ങൾ
കാര്യങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഓടിപ്പോകുന്നത് എങ്ങോട്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഫ്ലെയിം അത്യാവശ്യം കൂട്ടിയിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അതൊന്ന് മറിച്ചിടാൻ വേണ്ടിയാണ് ഓടിപ്പോയത്. അപ്പോൾ ഇതാകുമ്പോൾ 2 കാര്യങ്ങളും നടക്കുമല്ലോ. നമ്മൾ മീൻ ഇവിടെ നിന്ന് റെഡി ആയിക്കോളും, ഇവിടെ എനിക്ക് ചെടിയും സെറ്റ് ചെയ്യാം. ചോറ് ഓൾറെഡി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളുടെ കാര്യങ്ങളൊന്ന് വേഗം നോക്കുകയാണ്. ഈ അകത്ത് വെക്കുന്ന ചെടികൾ ഞാൻ വെക്കുന്നതിന് തൊട്ട് മുന്നേ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അടുത്ത ആഴ്ച അത് എടുക്കുമ്പോൾ മാത്രമേ വെള്ളം നനച്ച് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇലകളിലും നന്നായിട്ട് കഴുകിയെടുക്കാമെന്ന് പറയില്ലേ, അതേപോലെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. കാരണം അതിൽ പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ ഇലകളിൽ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് ഡീപ്പായിട്ടൊന്ന് കഴുകി കൊടുക്കും. അപ്പോൾ ഈ ആഴ്ചയിലൊരിക്കലും മാത്രമാണ് ഈ അകത്തിരിക്കുന്ന ചെടിക്ക് ഞാൻ വെള്ളം ഒഴിക്കാറുള്ളൂ. അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അതാത് പ്ലേസിൽ കൊണ്ടുപോയി വെക്കണം. ഇതിപ്പോൾ കിച്ചൺ സൈഡ് വെച്ചിരുന്ന് വെച്ചാൽ കുറച്ച് കപ്പാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ഷോപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാനത് ഇങ്ങനെ യൂസ് ചെയ്തു. അപ്പോൾ മണി പ്ലാന്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് അതിൽ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി അതിലുണ്ടായിരുന്നു കുറച്ച് കുറവാണെന്ന് തോന്നിയത് മറ്റുള്ള നമ്മൾ വളർന്നു വന്നിരിക്കുന്ന കുറച്ച് ചെടികളുണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. ചാളയാണ് കൂടുതലും, ചാളയും അയലയും ഉണ്ട്. മൊത്തത്തിൽ അങ്ങോട്ട് എടുത്ത് വറുത്തിട്ടുണ്ട് കേട്ടോ. വേറെ കറിയൊന്നും വെച്ചിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ്. കൂട്ടത്തിലിരിക്കുന്നത് സവാള ചെറുതായിട്ട് സാലഡ് പോലെ ആക്കിയേക്കുന്നതാണ് കേട്ടോ. ഇത് രണ്ടുമാണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുള്ളപ്പോൾ തന്നെ വേറെ കറിയുടെ ആവശ്യമില്ല. പിന്നെ ചാറുകറിയൊന്നും അങ്ങനെ ആർക്കും നിർബന്ധമില്ല കേട്ടോ. അപ്പം ഞങ്ങളിതാ ഫുഡ് കഴിക്കാണ്ട് ഇതിൽ ഏറ്റവും കഷ്ടം ആഹിൽ കഴിക്കുന്നതാണ് കേട്ടോ. ആഹിലിനെ ഹസ്ബൻഡ് പറയുന്നത് വെജിറ്റേറിയൻ എന്നാണ് കേട്ടോ പറയുന്നത്. കാരണം അവൻ കാര്യമായിട്ടൊന്നും കഴിക്കില്ല. മീനാണെങ്കിലും ചിക്കനാണെങ്കിലും നടുക്കുന്ന് മാത്രം എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അവൻ്റെ തന്നെ നമുക്ക് കഴിക്കാനായിട്ടുണ്ടാവും. ആലിമിന് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വാട്ടർമെലൻ കട്ട് ചെയ്തിട്ട് ഹസ്ബൻഡ് ആദ്യം ആഹിലിനെ കൊണ്ട് കട്ട് ചെയ്യിക്കാനായിട്ട് കൊടുത്തു. പക്ഷെ അവനത് അറിയില്ലല്ലോ. അപ്പോൾ ഞാനങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഒരാൾ കൂടി വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. അവൻ്റെയും കൂടി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവൻ്റെയും കൂടി ഫോട്ടോ എടുക്കുകയാണ്. അപ്പം ഞങ്ങളങ്ങനെ വാട്ടർമെലനൊക്കെ കഴിച്ചു കേട്ടോ. ഇന്നിപ്പോൾ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണിക്കാണ് ട്യൂഷൻ പറഞ്ഞതെന്ന് വെച്ചത്. കാരണം 5:30 എനിക്ക് കുടുംബശ്രീ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചാണ് കേട്ടോ ഇന്ന് മീറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ആണ് കേട്ടോ കുടുംബശ്രീയിലുള്ള അംഗങ്ങൾ. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയർ ഒന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് നമുക്ക് ഇന്ന് കേക്ക് കട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവരും കഴിച്ചു. ഏകദേശം ഒരു വൈകുന്നേരം ശനിയാഴ്ചയാണ് ഞങ്ങൾ കുടുംബശ്രീ മീറ്റിംഗ് നടത്താറ്. 5:30 നടത്തുന്നത്. എല്ലാവർക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടൈം വെച്ചിട്ടാണ് നടത്തുന്നത്. സൺഡേ പൊതുവേ എല്ലാവരും തിരക്കായിരിക്കുമല്ലോ, എല്ലാവർക്കും വന്നെത്തണം എന്നില്ല. അപ്പം മെജോറിറ്റി അഭിപ്രായം നോക്കിയപ്പോൾ സാറ്റർഡേ ഈവനിങ് എല്ലാവരും ഓക്കെയാണ്. അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ സാറ്റർഡേ ഈവനിങ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹനാനാണ് കേട്ടോ, ട്യൂഷനുള്ളതാണ്. അവൻ്റെ ഉമ്മച്ചിയും ഞങ്ങളുടെ കുടുംബശ്രീയിലെ അംഗമാണ്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് കുടുംബശ്രീ. അപ്പോൾ അവനങ്ങനെ കേക്ക് കിട്ടുകയാണ്. ഈ കൂട്ടത്തിൽ ആഹിലിൻ്റെ മിസ്സ് കൂടി ഉണ്ട് കേട്ടോ. ആഹിലിൻ്റെ സ്കൂളിലെ മിസ്സ് കൂടി ഉണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ആഹിലിൻ്റെ സ്കൂളിലെ മിസ്സ്. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തൊട്ടടുത്തുള്ളവരൊന്നും അല്ല, എങ്കിലും നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിലുള്ള ആളുകളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കേക്ക് കഴിക്കുന്നുണ്ട്. ഹനാൻ അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ. ഹനാൻ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിതാ ഈവനിങ്ങിൽ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മുതൽ നന്നാവാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു കേട്ടോ ഞാൻ. കാരണം കുറച്ച് ദിവസങ്ങളായി നമ്മൾ പുറത്തുനിന്നാണല്ലോ ഫുഡ് കഴിക്കുന്നത്. പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണങ്ങളായിരുന്നു, അങ്ങനെ തട്ടിക്കൂട്ടിയുള്ള ഫുഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് തുടങ്ങി പ്രോപ്പറായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അപ്പോൾ ആഹിലാണെങ്കിൽ അപ്പം തന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഷവർമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ നാളായി ഷവർമ്മ പറയുന്നത് കേട്ടോ. പക്ഷേ ഹസ്ബൻഡിന് അൽഫാമാണ് ഇഷ്ടം, അതുകൊണ്ട് മിക്കപ്പോഴും അൽഫാമ വാങ്ങിച്ചുകൊണ്ട് വരാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഷവർമ്മ വാങ്ങിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഷവർമ്മ വാങ്ങിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ കഴിക്കാം കേട്ടോ. അടിച്ചു വാരലും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. മിക്കപ്പോഴും ഞാൻ ആ വീഡിയോസ് കാണിക്കുന്നതാണല്ലോ, അതുകൊണ്ട് എടുത്തില്ലായിരുന്നു. പിന്നെ അതുമാത്രമല്ല ഞാൻ കുറച്ച് തിരക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ട്യൂഷൻ കുട്ടികൾ വന്നതിന് മുമ്പ് ഇതൊക്കെ തീർക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ വാഷിങ്ങും കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. വീടടിച്ച് ക്ലീനാക്കി തുടച്ചൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.